Surfaces in parametric form. So നമ്മളിവിടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കർവ് സർഫസ് ഒക്കെയാണ് നമ്മളിവിടെ ഈ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. മെയിൻലി നമ്മളൊരു സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ആദ്യം ഒരു കർവിനെ നമ്മൾ എങ്ങനെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എഴുതും. കർവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു കർവ് പ്ലോട്ട് ചെയ്യാനായിട്ട് ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ ആ കർവ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. കർവ് ആസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ. കർവിനെ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ, ഒറ്റ വേരിയബിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസ് എടുക്കും. എക്സും വൈയും സെഡ്, നമ്മുടെ വെക്റ്റർ ഫംഗ്ഷൻ ജനറലി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ്. സോ ഒരു കർവിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി നമ്മൾ എഴുതുമ്പോൾ അത് ഒറ്റ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ കറസ്പോണ്ടിങ്ങിന് നമ്മൾ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ്, അതിനെയാണ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി, സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി. എക്സും വൈയും സെഡും ഡിപ്പെൻഡ്സ് ഓൺ ഒരു സിംഗിൾ വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആയിട്ട് നമുക്ക് കർവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി ആൻഡ് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി. ദാറ്റ് മീൻസ് എക്സ് ഇസ് represented as a function of t, y is represented as a function of t and z is represented as a function of t. സോ നമുക്ക് ഈ കർവിനെ വെക്റ്റർ ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആർ ഓഫ് ടി, ആറും എന്താണ്? എക്സും വൈയും സെഡും ഫംഗ്ഷൻ ഓഫ് ടി ആയതുകൊണ്ട് തന്നെ ആർ ഓഫ് ടി എന്നാണ് ഈ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുക. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു, എനിക്ക് എന്ത് കൊടുക്കാം? എക്സിന് പോലെ എക്സ് ഓഫ് ടി, അതായത് ദാറ്റ് ഈസ് എക്സിനെ ടി ടേംസിൽ എഴുതിയത്. ഓക്കെ, എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇതാണ് ഒരു കർവിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ. ഇനി ഒരു സർഫസിനെ നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിളിന്റെ സഹായം വേണം. നമുക്കറിയാം ഒരു സർഫസ് നമുക്ക് പ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ട് വേരിയബിൾസ് വേണം, എന്നാലേ നമുക്കൊരു സർഫസ് കിട്ടൂ. കാരണം സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഒരു ലെങ്ത്, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഒരു സർഫസ് ആണത്. സോ രണ്ട് പാരാമീറ്റേഴ്സ് വേണം നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാൻ. സോ അതായത് രണ്ട് വേരിയബിൾസ് വേണം നമുക്കൊരു സർഫസിനെ റെപ്രസെന്റ് ചെയ്യാൻ. സോ സർഫസസ് ആസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് പറഞ്ഞാൽ അവിടെ നമുക്ക് എക്സിനെ എക്സ് ഓഫ് യു വി എന്ന്, ദാറ്റ് ഈസ് എക്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് യു ആൻഡ് വി. സിമിലർലി വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് യു വി, സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഓഫ് യു വി. ഇൻവോൾവിംഗ് ടു പാരാമീറ്റേഴ്സ് യു ആൻഡ് വി റെപ്രസെന്റ്സ് എ സർഫസ് ഇൻ സ്പേസ് ഇൻ വെക്റ്റർ ഫോം. സോ ഇത് സർഫസിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. സോ കറസ്പോണ്ടിംഗ്ലി നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ ആർ ഓഫ് ടി എന്ന് എഴുതിയ പോലെ ഇവിടെ ആർ ഓഫ് യു വി, രണ്ട് വേരിയബിൾസിനെ ഈ എക്സും വൈയും സെഡും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആർ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടു വേരിയബിൾസ് യു ആൻഡ് വി. സോ ആർ ഓഫ് യു വി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ. സോ എക്സാമ്പിൾ ഫോർ സർഫസ് നമുക്ക് നോക്കാം. The vector valued function of two variables r is equal to ui plus u cos v j plus u sin v k. നമ്മൾ ഈ ഫംഗ്ഷൻ നോക്കിയാൽ ഐയുടെ കമ്പണന്റ് u, ജെയുടെ കമ്പണന്റ് യു കോസ് വി, യുടെയും വിയുടെയും ഫംഗ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ കെയുടെ കമ്പണന്റ് എന്താ? യു സൈൻ വി. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എക്സ് എന്ന് പറയുന്നത് യു മാത്രമാണ്. സോ എല്ലാ ഇതിനകത്തും യുവും വിയും വരണം എന്നില്ല, എവിടെയെങ്കിലും രണ്ട് വേരിയബിൾസ് വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കിയാൽ മതി. യുവും ബിയും, രണ്ട് എക്സും വൈയും സെഡും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, യുവും ബിയും. സോ ഇതൊരു സർഫസിന്റെ കറസ്പോണ്ടിങ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. സോ നമ്മളിവിടെ യുക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. വിക്ക് കൊടുക്കുന്ന റെസ്ട്രിക്ഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അങ്ങനെ ആണെങ്കിൽ ഈ വെക്റ്റർ വാല്യൂ റെപ്രസെന്റേഷൻ ദാറ്റ് റെപ്രസെന്റ്സ് എ പോർഷൻ ഓഫ് എ കോൺ, ഒരു കോണിന്റെ ഒരു പോർഷൻ ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ അതൊരു സർഫസ് ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർഫസ് ഓഫ് ദി ഫോം സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫോമിൽ നമുക്കൊരു സർഫസ് തന്നാൽ അതിനെ എങ്ങനെ പാരാമീറ്ററൈസ് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമുക്കിത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യം വരും. ഇഫ് എ സർഫസ് ഈസ് ഓഫ് ദി ഫോം സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, വി ക്യാൻ ടേക്ക് എക്സ് ഈസ് ഈക്വൽ ടു യു. അങ്ങനെ ആണെങ്കിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, എക്സ് ഈസ് ഈക്വൽ ടു യു ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ബി. സോ യുവും വിയും പാരാമീറ്റേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എക്സിന് യുവും വൈക്ക് വിയും കൊടുത്താൽ സെഡ് എന്താവും? സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു വി എന്താവും. സോ ആൻഡ് എക്സ്പ്രസ് ദ സർഫസ് പാരാമെട്രിക്കലി. സോ പാരാമെട്രിക് റെപ്രസെന്റേഷൻ നമ്മൾ എക്സും വൈയും സെഡും എന്താന്ന് പറയണം. എക്സിന് നമ്മൾ യു എന്ന് കൊടുത്തു, വൈക്ക് നമ്മൾ വി എന്ന് കൊടുത്തു, അപ്പോൾ സെഡ് എന്തായി മാറി? എഫ് ഓഫ് യു വി. സോ എക്സും വൈയും സെഡും യുവിൻ്റെയും വിയുടെയും ടേംസിലായി. സോ വെക്റ്റർ ഫോമിൽ നമ്മൾ ആ സർഫസ് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ആർ ഓഫ് യു വി ഇസ് ഈക്വൽ ടു
xi plus yj plus zk അല്ലേ. സോ എന്ത് കിട്ടും? ui plus vj plus f of uvk. സോ യുടെയും വിയുടെയും ടേംസിലായി മാറി ആ സർഫസ്. സോ z ഈക്വൽ ടു എഫ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന രീതിയിൽ വന്നാൽ നമ്മൾ എക്സ് ഈക്വൽ ടു യു വൈ ഈക്വൽ ടു വി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്കിതിനെ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്കൊരു എക്സാമ്പിളിലൂടെ കാണാം. ഒരു പരാബിളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പരാബോള എന്ന് പറയുന്നത് നമ്മൾ 2 ഡയമെൻഷണൽ ഫിഗർ, അതിൻ്റെ കറസ്പോണ്ടിങ് 3 ഡയമെൻഷണൽ ഫിഗർ ആണ് പരാബോളോയിഡ്. പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ ഇതാണ് z ഈക്വൽ ടു 4 - x² - y². സോ ഇതിനെ എനിക്ക് ഇപ്പോൾ z ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഫോമിലല്ലേ ഈ കർവ് വന്നിരിക്കുന്നത്. സോ ഈ സർഫസ് വന്നിരിക്കുന്നത്. സോ എനിക്കിതിനെ പാരാമെട്രൈസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞത്? എക്സിന് യു വൈക്ക് വി. സോ എൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എന്താവും? എക്സ് ഈക്വൽ ടു യു വൈ ഈക്വൽ ടു വി. എക്സിന് യു വൈക്ക് വിയും കൊടുക്കുമ്പോൾ സെഡ് എന്താവും? സെഡ് ഈക്വൽ ടു 4 - u² - v². സോ വെക്ടർ ഫോമിൽ എഴുതിയാൽ എന്ത് കിട്ടും? ui പ്ലസ് വി ജെ പ്ലസ് 4 - u² - v²k. സോ ഇങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക് ഫോമിൽ അഥവാ വെക്ടർ ഫോമിൽ എഴുതുന്ന ഒരു സർഫസിന്. ഇനി നമ്മളൊരു സർഫസിനെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എഴുതി കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ ഏരിയ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഏരിയ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോമുല എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകും. സോ ഒരു സർഫസിനെ നമ്മൾ പാരാമെട്രിക് ഫോമിൽ എഴുതണം. അതാണ് പറഞ്ഞ പാരാമെട്രിക് സർഫസ്. അതായത് സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എഴുതി കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോമുല, സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോമുല. സിഗ്മ ബി എ പാരാമെട്രിക് സർഫസ്. നമ്മളൊരു പാരാമെട്രിക് സർഫസിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ, ഒരു ലെറ്റർ ആണ് സിഗ്മ എന്ന് പറയുന്നത്. സോ സിഗ്മ ഡിനോട്ട്സ് എ പാരാമെട്രിക് സർഫസ്. ആ പാരാമെട്രിക് സർഫസിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് നമുക്ക് തരുന്നത്. ആർ ഈസ് ഈക്വൽ ടു ജനറൽ നമ്മളൊരു സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആർ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ. വി സേ ദാറ്റ് സിഗ്മ ഇസ് എ സ്മൂത്ത് പാരാമെട്രിക് സർഫസ്. ഒരു പാരാമെട്രിക് സർഫസിനെ സ്മൂത്ത് പാരാമെട്രിക് സർഫസ് സ്മൂത്ത് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു ബി എ സ്മൂത്ത് പാരാമെട്രിക് സർഫസ് ഓൺ എ റീജിയൻ ആർ ഓഫ് ദി യു വി പ്ലെയിൻ. യു വി പ്ലെയിൻ്റെ ഒരു റീജിയൻ ആറിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യം സംഭവിക്കുന്നത്. സോ ഈ സിഗ്മ എന്ന് പറയുന്ന സർഫസിനെ സ്മൂത്ത് പാരാമെട്രിക് സർഫസ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഡോ ആർ ബൈ ഡോ യു, ഇഫ് ഡോ ആർ ബൈ ഡോ യു ആൻഡ് ഡോ ആർ ബൈ ഡോ വി are continuous on R and dou R by dou U cross dou R by dou V not equal to 0 on R. അതായത് നമുക്ക് ഈ R എന്ന് പറയുന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, യുവും വിയും. സോ ഈ ആറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യുവും വിത്ത് റെസ്പെക്ട് ടു വിയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ യും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ആർ എന്ന് പറയുന്ന ഈ റീജിയനിൽ അത് രണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും കണ്ടിന്യൂസ് ആയിരിക്കണം. കൂടാതെ ഏത് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം? ആ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ആ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. നമ്മൾ സാധാ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച പോലെ തന്നെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. സോ ഡോ ആർ ബൈ ഡോ യും ഡോ ആർ ബൈ ഡോ വി ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാരാമെട്രിക് സർഫസ് ഒരു സ്മൂത്ത് പാരാമെട്രിക് സർഫസ് ആണ് എന്ന് നമുക്ക് പറയാം. സോ സ്മൂത്ത് പാരാമെട്രിക് സർഫസിന്റെ സർഫസ് ഏരിയ കാണുന്ന ഫോമുലയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ദ സർഫസ് ഏരിയ, ഇത് ഈ ഫോമുല പഠിക്കണം എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ദ സർഫസ് ഏരിയ ഓഫ് സ്മൂത്ത് പാരാമെട്രിക് സർഫസ്, ദ സർഫസ് ഏരിയ ഓഫ് സ്മൂത്ത് സർഫസസ് ഈസ് ഗിവൺ ബൈ എസ് എന്നാണ് സർഫസ് ഏരിയ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ മോഡുലസ് ഓഫ് എന്താണ്? മോഡുലസ് അഥവാ ലെങ്ത് ഓഫ് ദി വെക്ടർ. ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഒരു വെക്ടർ അല്ലേ. സോ ലെങ്ത് ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി യു ഡി വി. സോ ഒരു ഇൻ്റഗ്രൽ യുവിനെ റെപ്രസെന്റ് ചെയ്യും, ഒരു ഇൻ്റഗ്രൽ വിയെ റെപ്രസെന്റ് ചെയ്യും. അതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു സ്മൂത്ത് സർഫസിന്റെ കേസിൽ ഈ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അതുകൊണ്ട് ഈ ഇൻ്റഗ്രലിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് ഏരിയ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ വെക്ടറിന്റെ ലെങ്ത് ആണ് നമ്മളിവിടെ ഇന്റഗ്രന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതിനെ തന്നെ എനിക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ മോഡുലസ് ഓഫ് അല്ലെങ്കിൽ മോഡ് എൻ ഡി യു ഡി വി എന്ന് എഴുതാം. വേർ എൻ എന്ന് പറഞ്ഞാൽ എൻ ഈസ് ദ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ ടു ദ സർഫസ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഈ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ആണ് എൻ കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഈ സർഫസിന്റെ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ ഇക്വേഷൻ, ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. ഓക്കെ, സോ അതും കൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മളിവിടെ ഫോമുലയായിട്ട് ഇത് ഓർത്താൽ മതി. S is equal to double integral over R modulus of dou R by dou U cos dou R by dou V du dv. So യുടെയും വിയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷനും അറിയണം ഇത് വാല്യൂവേറ്റ് ചെയ്യണമെങ്കിൽ.
ഓക്കെ, സോ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. Find the surface area of the portion of the cone x equal to u, y equal to u cos v, z equal to u sin v, for which 0 less than or equal to u less than or equal to 2, 0 less than or equal to v less than or equal to 2 pi. സോ ഒരു പോർഷൻ ഓഫ് ദ കോണിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പോർഷൻ ഓഫ് ദ കോണിൻ്റെ ഇക്വേഷൻ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു യു, വൈ ഈക്വൽ ടു യു കോസ് വി, സെഡ് ഈക്വൽ ടു യു സൈൻ വി. സോ എന്താണ് പിന്നെ അതേപോലെ നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ യുവിൻ്റെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനും വിയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനും തന്നിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ പാരാമെട്രിക് ഫോം തന്നിട്ടുണ്ടല്ലോ. സോ നമ്മൾ ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതണം. ദ ഗിവൺ കോൺ ഇൻ വെക്റ്റർ ഫോം ഈസ് ആർ ഈസ് ഈക്വൽ ടു എന്താണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. എക്സും വൈയും സെഡ് ആയിട്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആർ ഈസ് ഈക്വൽ ടു യു ഐ പ്ലസ് യു കോസ് വി ജെ പ്ലസ് യു സൈൻ വി കെ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? എസ് എന്ന് പറയുന്ന ഈ ഫോമുല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ വിയും കണ്ടുപിടിക്കണം. അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ വെക്ടറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. എന്നാലേ ഈ ഫോമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ഡോ ആർ ബൈ ഡോ യു ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ അതുപോലെ തന്നെ എഴുതും. അതേപോലെ ഈ ഐയുടെ കമ്പണൻറ്റിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ആർ ബൈ ഡോ യു. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു കാണണം. സോ യുവിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. സോ 1 ഇൻറ്റു ഐ പ്ലസ് അടുത്തത് ജെയുടെ കമ്പണൻറ്റിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പോൾ കോസ് വി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ കോസ് വി ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. സോ കോസ് വി ജെ വരും. പ്ലസ് അടുത്തത് എന്താണ്? ഡെറിവേറ്റീവ് യു സൈൻ വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു. സോ സൈൻ വി കോൺസ്റ്റൻറ്റ് ഇൻറ്റു യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 1. സോ സൈൻ വി കെ എന്ന് വരും. സോ ഡോ ആർ ബൈ ഡോ യു എന്ന് പറയുന്നത് ഐ പ്ലസ് കോസ് വി ജെ പ്ലസ് സൈൻ വി കെ എന്ന് കിട്ടും. സിമിലർലി ഡോ ആർ ബൈ ഡോ വി ഇവാലുവേറ്റ് ചെയ്യുക. ഓരോ ഇപ്പം ഐയുടെ കമ്പണൻറ്റ് യു ആണ്. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വി എടുത്ത യു ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ 0 വരും ഡെറിവേറ്റീവ്. അടുത്തത് ജെയുടെ കമ്പണൻറ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ യു ഇസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസ് വിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വി. സോ മൈനസ് യു സൈൻ വി ജെ എന്ന് വരും. അടുത്തത് യു സൈൻ വിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? യു ഇസ് എ കോൺസ്റ്റൻറ്റ്, സൈൻ വിയുടെ ഡെറിവേറ്റീവ് കോസ് വി. സോ യു കോസ് വി കെ എന്ന് വരും. ഇനി ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. സോ അതിനുവേണ്ടി ഫസ്റ്റ് റോ ഐ ജെ കെ, സെക്കൻഡ് റോ ആയിട്ട് ഡോ ആർ ബൈ ഡോ യുവിൻ്റെ കമ്പണൻസ് കൊടുക്കുന്നു 1 കോസ് വി സൈൻ വി. അടുത്ത റോ ആയിട്ട് ഡോ ആർ ബൈ ഡോ വിയുടെ കമ്പണൻസ് കൊടുക്കുന്നു മൈനസ്. അപ്പം ഐയുടെ കമ്പണൻറ്റ് 0 ആണ്. സോ ജെയുടെ കമ്പണൻറ്റ് മൈനസ് യു സൈൻ വി, കെയുടെ കമ്പണൻറ്റ് യു സൈൻ വി കൊടുക്കുന്നു. എന്നിട്ട് ഈ ക്രോസ് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഐയുടെ കമ്പണൻറ്റ് യു കോമൺ എടുത്താൽ കോസ് സ്ക്വയർ വി പ്ലസ് സൈൻ സ്ക്വയർ വി വരും. അത് 1 ആണ്. ഓക്കെ, സോ നമുക്ക് ആ വെക്ടർ ഇങ്ങനെ കിട്ടും. അതിനുശേഷം അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ലെങ്ത് കണ്ടുപിടിക്കാൻ മീൻസ് റൂട്ട് ഓഫ് ഐയുടെ കമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് കെയുടെ കമ്പണൻറ്റ് സ്ക്വയർ. സോ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് യു സ്ക്വയർ കോസ് സ്ക്വയർ വി പ്ലസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ വി എന്ന് കിട്ടും. ഈ സെക്കൻഡും തേർഡും ടേംസിൽ നിന്ന് യു സ്ക്വയർ കോമൺ എടുത്താൽ അവിടെ കോസ് സ്ക്വയർ വി പ്ലസ് സൈൻ സ്ക്വയർ വി 1 ആവും. സോ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് യു സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് 2 യു സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 2 യു എന്ന് കിട്ടും. സോ സർഫസ് ഏരിയയുടെ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ length of dou r by dou u cos dou r by dou v du dv. So that is integral from വിയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ യുടെയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിയുടെ 0 to 2 pi, യുവിൻ്റെ 0 to 2. സോ അത് രണ്ടും ഇൻ്റഗ്രലിന് കൊടുക്കുന്നു. വി വേരീസ് ഫ്രം 0 to 2 pi, യു വേരീസ് ഫ്രം 0 to 2. ഇതിൻ്റെ വാല്യൂ റൂട്ട് 2 യു. സോ റൂട്ട് 2 യു. ഫസ്റ്റ് നമ്മൾ യുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് അകത്ത് കൊടുക്കുന്ന ഇൻ്റഗ്രലിന് കൊടുത്തത്. സോ ആദ്യം ഡി യു എഴുതുക, പിന്നെ ഡി വി. സോ റൂട്ട് 2 ഈസ് എ കോൺസ്റ്റൻറ്റ്, അത് ഔട്ട് സൈഡ് എടുക്കുന്നു. യു ഡി യു, അതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? യു സ്ക്വയർ ബൈ 2 ഫ്രം യു വേരീസ് ഫ്രം 0 to 2. ഡി വി അതുപോലെ എഴുതുന്നു. സോ ഈ റൂട്ട് 2ഉം ഈ 2ഉം കൂടെ കോൺസ്റ്റൻ്റ് ആണ് ബൈ 2. അത് ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു. റൂട്ട് 2 ബൈ 2 ഇൻറ്റു യു സ്ക്വയറിൻ്റെ ലിമിറ്റ്സ് കൊടുത്താൽ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ഡി വി. അതായത് 4 ഡി വി എന്ന് വരും. 4ഉം കൂടെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ 4 റൂട്ട് 2 ബൈ 2 ഇൻ്റഗ്രൽ വി വേരീസ് ഫ്രം 0 to 2 pi ഡി വി. 4 ബൈ 2 2 വരും. സോ 2 റൂട്ട് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വി ഇസ് വി. സോ വി വേരീസ് ഫ്രം 0 to 2 pi. ഈ ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 റൂട്ട് 2 ഇൻറ്റു 2 pi മൈനസ് 0 ദാറ്റ് ഈസ് 4 റൂട്ട് 2 pi എന്ന് കിട്ടും. സോ ഇതാണ് സർഫസ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദി എലമെന്റ് ഓഫ് ഏരിയ ഓൺ ദ സർഫസ് ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് എ ആൻഡ് ഹെൻസ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ. സോ ഈ ഒരു സ്പിയറിൻ്റെ റേഡിയസ് എ ഉള്ള ഒരു സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എലമെന്റ് ഓഫ് ഏരിയ ആദ്യം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഫൈൻഡ് ദ എലമെന്റ് ഓഫ് ഏരിയ ഓൺ ദ സർഫസ് ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് എ. എലമെന്റ് ഓഫ് ഏരിയ മീൻസ് സർഫസ് ഏരിയയുടെ ഫോമുലയിലെ ആ മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ യു പ്ലസ് ഡോ ആർ ബൈ ഡോ വി ആണ് എലമെന്റ് ഓഫ് ഏരിയ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. കാൽക്കുലേറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ. സ്പിയറിൻ്റെ റേഡിയസ് എ ആണ്. ഓക്കെ,
സോ ഇവിടെ നമുക്ക് സ്പിയറിന്റെ പാരാമെട്രിക് ഫോം ഒന്നും തന്നിട്ടില്ല. സോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. സോ നമുക്ക് ഇതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേണമെങ്കിൽ നമുക്ക് എക്സ് എ യു വൈക്ക് വി എന്നൊക്കെ കൊടുത്ത് എഴുതാം. സോ അതിലും എളുപ്പം ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു എ റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ അതിനെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ ഓഫ് ദ സ്പിയർ എക്സിന്റെയും വൈയുടെ ഇസെറ്റിന്റെയും ടേംസിൽ എഴുതിയിരിക്കുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. അതിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. അവിടെ എക്സിനും വൈക്കും ഇസഡിനും പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആറും ഫൈയും തീറ്റയുമാണ്. ആർ ഫൈ തീറ്റ. ഓക്കെ. സോ നമ്മൾ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻസ് ഉണ്ട്, ഒരു ഫോർമുലാസ് ഉണ്ട്. സോ ഈ ഫോർമുല ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഇട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ഇക്വേഷൻസ് ആണ്. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ ഉള്ള കൺവേർഷൻ ഇക്വേഷൻസ് ആണിത്. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. സോ എന്താണ് ഇവിടെ ഇക്വേഷൻ? എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ആർ സൈൻ ഫൈ കോസ് തീറ്റ. വൈക്ക് എന്ത് കൊടുക്കണം? ആർ സൈൻ ഫൈ സൈൻ തീറ്റ. സെഡ് ഈക്വൽ ടു ആർ കോസ് ഫൈ. സോ ഈ പെർട്ടിക്കുലർ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നിന്ന് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി കൊടുത്തേ ചെയ്യാൻ പറ്റും. വേറെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ആറിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. കൂടാതെ ഈ തീറ്റയുടെയും ഫൈയുടെയും ലിമിറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ π ആണ്. ഓക്കെ. സോ ഈ രണ്ട് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ ഇൻ്റഗ്രലിന് സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ വരുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് വേരിയബിൾസ് ഫൈയും തീറ്റയാണ് വരുന്നത്. സോ ഈ ലിമിറ്റ്സ് കൊടുത്ത് വേണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. സോ ഫൈയുടെയും തീറ്റയുടെയും ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനും അറിഞ്ഞിരിക്കണം. സോ നമ്മളിപ്പോൾ ഈ ഇക്വേഷനൊക്കെ എഴുതി വെച്ചു. പക്ഷെ നമ്മൾ എക്സ് ഈക്വൽ ടു ആർ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു ആർ കോസ് ഫൈ എന്നല്ലേ വരിക. പക്ഷെ നമ്മുടെ ഇവിടെ റേഡിയസ് ആർ അല്ല എ ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കണം? ആർ ഈക്വൽ ടു എ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷൻസിൽ. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു എ കോസ് ഫൈ എന്ന് കിട്ടും. സോ ആർ ഓഫ് യു വി എന്നല്ല നമ്മുടെ പാരാമെട്രിക് ഫോം നമ്മൾ എഴുതിയാൽ. പാരാമെട്രിക് ഫോം എഴുതിയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സർഫസ് ഏരിയയുടെ ഫോമിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആറ് വേണമല്ലോ. സോ ആർ ഓഫ് യു വിക്ക് പകരം ആർ ഓഫ് ഫൈ തീറ്റയാണ് നമുക്കിവിടെ കിട്ടുന്ന വേരിയബിൾസ്. സോ എന്താണ്? എക്സും എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന രീതിയിൽ എഴുതുക. എക്സും വൈയും സെഡും നമ്മൾ ഇപ്പം കിട്ടിയത് എഴുതുക. സോ അതെന്താവും? എ സൈൻ ഫൈ കോസ് തീറ്റ ഐ പ്ലസ് എ സൈൻ ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് എ കോസ് ഫൈ കെ. സോ ഇവിടുത്തെ വേരിയബിൾസ് ഫൈയും തീറ്റയാണ്. എ ഇസ് എ കോൺസ്റ്റന്റ്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡെറിവേറ്റീവ്സ്? ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു വി ആകുമ്പോൾ നമ്മൾ ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ വിയും കാണും. ഇവിടെ നമ്മൾ ഫൈയുടെയും തീറ്റയുടെയും ഫംഗ്ഷൻ ആണ് ആർ. സോ ഡോ ആർ ബൈ ഡോ ഫൈ ആദ്യം കാണുക, പിന്നെ ഡോ ആർ ബൈ ഡോ തീറ്റ കാണുക. സോ ഡോ ആർ ബൈ ഡോ ഫൈ എടുക്കുമ്പോൾ തീറ്റ ഇസ് എ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ ഐയുടെ കമ്പൗണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ എ കോസ് തീറ്റ കോൺസ്റ്റന്റാണ്. പിന്നെ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ. അതേപോലെ തന്നെ അടുത്ത ജെയുടെ കമ്പൗണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എ സൈൻ തീറ്റ കോൺസ്റ്റന്റ്, സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ വരും. അതേപോലെ അടുത്തതിനകത്ത് എ ഇസ് എ കോൺസ്റ്റന്റ്, കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ. സോ അങ്ങനെ ഡോ ആർ ബൈ ഡോ ഫൈ എഴുതി. അതേപോലെ സിമിലർലി ഡോ ആർ ബൈ ഡോ തീറ്റ എടുക്കണം. ഡോ ആർ ബൈ ഡോ തീറ്റ എടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ ഐയുടെ കമ്പൗണ്ടിൽ എ സൈൻ ഫൈ കോൺസ്റ്റന്റ്, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ജെയുടെ കമ്പൗണ്ടിൽ എ സൈൻ ഫൈ കോൺസ്റ്റന്റ്, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അടുത്തതിനകത്ത് കെയുടെ കമ്പൗണ്ടിൽ തീറ്റയില്ല. സോ കെയുടെ കമ്പൗണ്ട് ഡെറിവേറ്റീവ് 0 ആണ്. സോ ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ചെയ്യുന്നു, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെയുടെ കമ്പൗണ്ടിൽ ഞാനൊരു എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ സൈൻ തീറ്റ എന്നുള്ളത് ഈ രണ്ട് ടേംസിലും കോമൺ എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി പോകും. സോ അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മോഡുലസ് എടുക്കുന്നു. ഇതിൻ്റെ ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റയുടെ മോഡുലസ് എടുക്കുന്നു. സോ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പൗണ്ട്സിൻ്റെ സ്ക്വയർ. സോ അത് ഞാൻ എഴുതിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ രണ്ട് ടേംസിൽ എ റേസ് ടു 4 സൈൻ റേസ് ടു 4 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അത് 1 ആയി പോകും. സോ പോയിട്ട് എ റേസ് ടു 4 സൈൻ റേസ് ടു 4 5 പ്ലസ് അടുത്ത ലാസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതുന്നു. ഇനി ഈ രണ്ട് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ എ റേസ് ടു 4 സൈൻ സ്ക്വയർ 5 കോമൺ എടുത്താൽ എനിക്ക് സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് കിട്ടും. അത് 1 ആണ്.
സോ √(a⁴ sin² എന്ത് കിട്ടും? a² sin². ഇനി ഫോമുല, ഇവിടുത്തെ ഫോമുല എന്ത് വരും? സർഫസ് ഏരിയയുടെ ഫോമുല ∬R (mod(r)(∂u) അല്ല (∂r)(∂φ) cos (∂r)(∂θ) du dvക്ക് പകരം d∅ dθ. സോ ഇവിടെ ഫൈയുടെയും തീറ്റയുടെയും ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് വേണ്ടത്. സോ ഞാൻ പുറത്തെ ഇൻ്റഗ്രലിന് തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2π. ആ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ദേ ഇവിടെ ഞാൻ പറഞ്ഞു. ഇത്രയും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2πയും ഫൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to πയും. സോ ഈ കൺവേർഷൻ പഠിക്കുമ്പോൾ അതും പഠിക്കണം നമ്മൾ. സോ കൊടുക്കുന്നു തീറ്റയുടെ ഇൻ്റഗ്രൽ പുറത്ത് കൊടുക്കുന്നു. തീറ്റ വേരീസ് ഫ്രം 0 to 2π, ഫൈ വേരീസ് ഫ്രം 0 to π. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മോഡുലസ് എന്താണ്? a² sin⁵ എന്നാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a² sin⁵ d∅ ആദ്യം കൊടുക്കുന്നു കാരണം അകത്ത് ഫൈയുടെ ഇൻ്റഗ്രലാണ്. സോ d∅ dθ. സോ ഇൻ്റഗ്രൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π, a² എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഇൻ്റഗ്രൽ sin⁵ d∅ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കോസ് സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റ. സോ sin⁵ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഫൈ. ഫൈ വേരീസ് ഫ്രം 0 to π, dθ അതുപോലെ തന്നെ എഴുതുന്നു. സോ ഇവിടെ ഈ മൈനസും a²ഉം കോൺസ്റ്റന്റ് ആണ്. സോ അത് മൈനസ് a² ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ഇൻ്റഗ്രൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π, കോസ് ഫൈക്ക് ഈ ലിമിറ്റ്സ് കൊടുത്താൽ എന്ത് വരും? കോസ് പൈ മൈനസ് കോസ് 0 എന്ന് വരും dθ. സോ മൈനസ് a² ഇൻറ്റു തീറ്റ വേരീസ് ഫ്രം ഇൻ്റഗ്രൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π, കോസ് പൈയും -1 മൈനസ് കോസ് 0 is 1. സോ -1 dθ എന്ന് വരും. -1 എന്ന് പറയുന്നത് -2 ആണ്. -2 ഇൻറ്റു -a² പ്ലസ് 2a² എന്ന് കിട്ടും. സോ പ്ലസ് 2a² ഇൻറ്റു ഇൻ്റഗ്രൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π dθ. ഇൻ്റഗ്രൽ dθ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. സോ ഇൻ്റഗ്രൽ dθ വെറും തീറ്റ കിട്ടും. സോ 2a² ഇൻറ്റു തീറ്റ, തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2π. നെക്സ്റ്റ് അത് കൊടുക്കുന്നു. സോ 2a² ഇൻറ്റു തീറ്റയ്ക്ക് ആദ്യം 2π മൈനസ് തീറ്റയ്ക്ക് 0 കൊടുക്കുന്നു. ദാറ്റ് ഈസ് 0. സോ 2π മൈനസ് 0. സോ 2π ഇൻറ്റു 2a² എന്ത് കിട്ടും? 4πa². സോ ഇതാണ് നമുക്ക് സർഫസ് ഏരിയ കിട്ടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. എന്താണ് r റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയയുടെ ഫോമുല എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോമുല 4πr². സോ a റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയയുടെ ഫോമുല എന്ത് വരും? 4πa². അത് തന്നെയല്ലേ നമ്മൾ ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനും വെക്ടർ റെപ്രസെൻറ്റേഷനിലേക്ക് ഫോമുല വെച്ച് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 4πa². ഓക്കെ.